ഹായ്. ഞായറാഴ്ച രാവിലെ ഉണ്ട് ഒരാഗ്രഹം, അപ്പവും ചിക്കൻ സ്റ്റൂവും കഴിക്കാനായിട്ട്. നമ്മുടെ ആഗ്രഹം നടത്തി തരാൻ നമുക്കിവിടെ അമ്മയും അമ്മായിയമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പാടില്ലല്ലോ. നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേനെയും മമ്മീനെയും ഒക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഞാൻ ഡിന്നർ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പവും ചിക്കൻ സ്റ്റൂ ആണെന്ന്. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇതൊക്കെ വേണം, ഈ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാണ്ട് എന്ത് കുക്കിംഗ് അല്ലേ. അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ പോയി ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ഈസ്റ്റും ഇട്ട് ആ മാവും കൂടി മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ ഈ കടവാവൽ കടന്നു വരുന്നത് തിങ്കളാഴ്ച രാത്രിയിലാണ്. കാരണം വേറൊന്നുമല്ല, ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴ കാരണം എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, കറണ്ടില്ലാതെ എനിക്കിപ്പോൾ അപ്പവും ചിക്കൻ സ്റ്റൂവും കുക്ക് ചെയ്ത് കഴിക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നും ഉണ്ടായില്ല. പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ കുക്കിങ്ങിന് കയറുന്നത്. അപ്പവും ചിക്കൻ സ്റ്റൂവും മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും ടയേർഡ് ഉണ്ടായിരുന്നില്ല. കാരണം കഴിക്കാനുള്ള കൊതി, ഇത്രയും കൊതി മൂത്ത് കുക്ക് ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം വച്ച് ഇളക്കി ചിക്കനും ഇട്ട് നന്നായിട്ട് ഇളക്കി. സാധനങ്ങളൊക്കെ എന്താ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം ഞാനിതൊരു യൂട്യൂബ് ചാനൽ നോക്കിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇതെല്ലാം വച്ച് അടച്ച് ഒരു വിസിലിൽ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റൂ അല്ല, നിങ്ങൾ പിന്നെ കുടിക്കാൻ പോകുന്ന ചിക്കൻ കഞ്ഞിയായിരിക്കും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയണം. പിന്നെ ഇതിന് തേങ്ങാപ്പാലോ തേങ്ങ പിഴിയലോ ഒന്നാം പാലോ രണ്ടാം പാലോ ഒന്നും വേണ്ട. ഇതിൻ്റെ ഹീറോ ഇതാണ് ഫ്രഷ് ക്രീമും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ആ ചിക്കൻ സ്റ്റൂവിനൊരു മണം വരും എൻ്റെ മക്കളെ. പിന്നെ ഇതാണ് എൻ്റെ അപ്പം. ചട്ടിയിൽ നിന്നൊക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ഒന്നുമില്ല, എക്സ്പീരിയൻസ് കുറവ്. വേറെ എന്താ, ഒന്ന് പോയി ഫ്രഷായിട്ടൊക്കെ വന്നിട്ട് ഇതങ്ങ് കഴിക്കുക. സ്വർഗം.